സ്നേഹമുള്ളവരെ, ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുവദിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ശിവഗിരി തീർത്ഥാടനം. ഇപ്പോൾ 91 വർഷമായിരിക്കുന്നു. ഈ വർഷം ഡിസംബർ മാസം 15 മുതൽ ജനുവരി മാസം 5 തീയതി വരെയുള്ള 20 ദിനങ്ങൾ തീർത്ഥാടന ദിനങ്ങളായി ശിവഗിരി മഠം പ്രഖ്യാപിച്ച് ജനലക്ഷങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥാടനം ചെയ്ത് പാപം പോക്കി പുണ്യം നേടുക എന്നുള്ള പരമ്പരാഗതമായ വിശ്വാസത്തിനപ്പുറത്ത് ജീവിത വിജയം ഉണ്ടാകുവാൻ വേണ്ടി ഗുരുദേവൻ 8 വിഷയങ്ങൾ പറയുകയും ആ 8 വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണ പരിപാടികൾ നടത്തി ആളുകൾ വിജ്ഞന്മാരായി തീരുകയും ചെയ്യണമെന്ന് ഗുരുദേവൻ ഉപദേശിച്ചിരുന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര പരിശീലനം എന്നിവയാണ് 8 വിഷയങ്ങൾ. കഴിഞ്ഞ 90 വർഷങ്ങളായി ഈ വിഷയങ്ങളെ ആസ്പദമാക്കി സമ്മേളന പരമ്പരകൾ ശിവഗിരി നടന്നു. മതസൗഹാർദ്ദ മതസമന്വയ സമ്മേളനങ്ങൾ 1924 തൊട്ട് നടത്തിപ്പോരുന്നു. അതുപോലെ ജാതി വ്യത്യാസത്തിനും വിഭാഗീയ ചിന്താഗതിക്കും എതിരായി മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സമത്വ സന്ദേശത്തെ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് സമ്മേളനങ്ങൾ ശിവഗിരിയിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. ആധുനിക കേരളത്തെ വാർത്തെടുക്കുന്നതിൽ, ഇവിടെ മതസമന്വയവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിൽ, സർവ്വസമുദായ മൈത്രി ഉണ്ടാക്കുന്നതിൽ ശിവഗിരി മഠവും ശ്രീനാരായണ പ്രസ്ഥാനവും ശിവഗിരി തീർത്ഥാടന പ്രസ്ഥാനവും അതുല്യമായ സംഭാവനകളാണ് ചെയ്തു പോന്നിട്ടുള്ളത്. ഈ വർഷം ഡിസംബർ 15 ആരംഭിച്ച പ്രഭാഷണ പരിപാടികൾ ഡിസംബർ 29 പര്യവസാനിക്കും. എല്ലാ ദിവസവും സന്യാസിമാരുടെ പ്രഭാഷണങ്ങൾ. ഡിസംബർ 21 തീയതി പാരമ്പര്യ വൈദ്യ സമ്മേളനം, ആയുർവേദ ചികിത്സയും ആയുർവേദ മരുന്നുകളുടെ വിതരണവും ഒക്കെ സൗജന്യമായി നടത്തുന്നുണ്ട്. ഡിസംബർ മാസം 22, 23, 24, 25 തീയതികളിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവുമാണ്. ഭാരതത്തിനകത്തും പുറത്തും ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻ്റായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ദിവ്യപ്രബോധന ധ്യാനയജ്ഞത്തിൻ്റെ 417ാമത് യജ്ഞമാണ് ശിവഗിരിയിലെ ഡിസംബർ 22 തൊട്ട് 25 വരെ നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ യജ്ഞത്തിൽ വന്ന് പങ്കെടുക്കാം. ജാതി മത ചിന്താഗതിക്ക് അതീതമായി ഗുരുദേവൻ ലോകത്തിന് സംഭാവന ചെയ്ത ഏകലോക ദർശനത്തെ, ഗുരുദേവൻ എഴുതിയ 63 കൃതികൾ, ഗുരുദേവൻ്റെ 73 വർഷത്തെ ജീവിതം ചേർത്ത് വെച്ച് ഉപനിഷത്ത്, ഭഗവത്ഗീത, ഭാരതീയ വേദാന്ത ശാസ്ത്രം, ബൈബിൾ, ഖുറാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതാണ് ദിവ്യപ്രബോധനവും ധ്യാനവും. അതിൽ വന്ന് പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകമായൊരു അനുഭൂതിയും അനുഗ്രഹവും ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ ശിവഗിരി തീർത്ഥാടനം പരമ്പരാഗതമായി നടന്നു പോരുന്നതാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പദയാത്രകൾ ശിവഗിരി വന്നു ചേരുന്നു. 100-ലധികം പദയാത്രകൾ ഇക്കൊല്ലം വന്നു ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ഔദ്യോഗിക പദയാത്രകൾ, ഒന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും സർവ്വ സമ്മേളനത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ചു, മറ്റൊന്ന് വൈക്കത്ത് നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ചു, മറ്റൊന്ന് പത്തനംതിട്ടയിൽ നിന്ന് കുമാരനാശാൻ പല്ലനയിൽ പരിനിർവാണം പ്രാപിച്ചവൻ്റെ 100ാമത് വർഷം പ്രമാണിച്ചു. അങ്ങനെ 3 പദയാത്രകളാണ് പ്രധാനമായി നടക്കുന്നത്. ഇതുകൂടാതെ കോട്ടയം നാഗമ്പട ക്ഷേത്രത്തിൽ നിന്നും പതാക ഘോഷയാത്രയുണ്ട്. ഗുരുദേവൻ അവസാനമായി കർണാടിയിൽ ഓം ശാന്തി എന്നെഴുതി പ്രദർശിച്ച കളവങ്കോടത്ത് നിന്നും കൊടുക്കയ പദയാത്രയുണ്ട്. തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ച ഇലവന്തിട്ടയിലെ മൂരൂർ സ്മാരകത്തിൽ നിന്നും ഗുരുദേവ വിഗ്രഹവുമായിട്ടുള്ള പദയാത്ര പ്രയാണമുണ്ട്.
അതുപോലെ മലബാറിൽ നിന്നും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കണ്ണൂർ സുന്ദരേശ് ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് ശ്രീനാരായണ ദിവ്യജ്യോതി ആയിട്ട് ഒരു പ്രയാണമുണ്ട്. ഇതുകൂടാതെ 100-ലധികം പദയാത്രകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശിവഗിരിയിൽ വന്നു ചേരുന്നുണ്ട്. 8 വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് 9 സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമ്മേളനങ്ങളിലൊക്കെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുന്നത്. തീർത്ഥാടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുപോലെ ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമാണ്. കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റുകളിലെ മന്ത്രിമാരും മറ്റ് വിശിഷ്ടാതിഥികളും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രത്യേകമായൊരു പരിപാടി തമിഴ് കർണാടക സമ്മേളനം തനിയെ വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ കേരളം വിട്ട് പ്രവർത്തിച്ച 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകവും. അവിടെ ലക്ഷക്കണക്കിന് ഗുരുഭക്തന്മാരുണ്ട്. അവർ തീർത്ഥാടനത്തിന് വന്നു ചേരുന്നുണ്ട്. തീർത്ഥാടന ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും 91ാമത് ശിവഗിരി തീർത്ഥാടന പരിപാടികൾ വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഗുരുദേവകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കുമായി തീർത്ഥാടന മംഗളാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ശിവഗിരിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.